ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ക്രിസ്മസ് വിശേഷമായിട്ടാണ്. ക്രിസ്മസ് വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ചെറിയ പുൽക്കൂട് ഉണ്ടാക്കുന്ന വിശേഷമാണെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പുൽക്കൂട് ഉണ്ടാക്കുന്നത് മുള കൊണ്ടാണ്, മുള വെച്ചാണ് ഉണ്ടാക്കുന്നത്. മുള ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ കുറച്ച് മുള നിൽപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് പോയി വെട്ടി എടുത്തുകൊണ്ട് വന്നാണ് ചേട്ടൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചേട്ടൻ ചിരിക്കുന്നുണ്ടോ? ഞങ്ങളൊക്കെ അടുത്ത് നിൽപ്പുണ്ട്. ഞങ്ങൾ ഓരോന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ കണ്ടുകൊണ്ട് ചിരിക്കുന്നത്. പിന്നെ ഇത് അളന്നൊക്കെയാണ് ചേട്ടൻ ഇത് ഉണ്ടാക്കുന്നത്. കാരണം കൂടെ ചരിഞ്ഞൊന്നും പോകാതിരിക്കാൻ അളന്ന് കൃത്യമായിട്ടുള്ള അളവിലും കാര്യങ്ങളിലൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ അമ്മ ഉണ്ട് കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് കൂടെ നിൽപ്പുണ്ട്. അതിനിടയ്ക്ക് ഞങ്ങൾ ഓൺലൈനിൽ നിന്നൊരു സ്റ്റാർ വരുത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാർ വന്നിട്ടുണ്ട്. ആ സ്റ്റാറാണിത്. നല്ല ഭംഗിയുള്ള സ്റ്റാറാണ് കേട്ടോ. പിന്നെ പുൽക്കൂടിൻ്റെ പണി കുറച്ച് 2-3 ദിവസം കൊണ്ടാണ് ചെയ്തത്. ക്രിസ്മസിൻ്റെ അന്ന് രാത്രിയാണ് ബാക്കി ഞങ്ങൾ പൂർത്തിയാക്കിയത്. അപ്പോൾ 12 മണിയായപ്പം തന്നെ ഞങ്ങൾ ഉണ്ണിയേശുവിനെ അമ്മും അച്ഛനും കൂടെയാണ് ഉണ്ണിയേശുവിനെ പുൽക്കൂട്ടിൽ വെച്ചത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞൊരു ചെടി നിൽപ്പുണ്ട്. ആ ചെടിയിൽ ഞങ്ങൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്റ്റാർ. ഇത് 7 കളറിൽ ഇത് ലൈറ്റ് കത്തും. പിന്നെ 500 ഡിസൈനിൽ ഇത് കത്തുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. രാത്രിയാകുമ്പോഴേക്കും ഈ ഒരു സ്റ്റാറിൽ തന്നെ ഞങ്ങളുടെ മുറ്റത്ത് നിറച്ച് വെട്ടം കിട്ടും. പിന്നെ ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സാന്റായും മാലാഖയും ഒക്കെ ഉണ്ട്. അത് ഒരുപാട് വലിയ സാധനങ്ങളൊന്നുമല്ല, ചെറുതാണ്. പിന്നെ പിക്കു, ഇതാണ് ഞങ്ങളുടെ പിക്കുവിനെ അങ്ങനെ അഴിച്ചു വിടാറില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്ത് നിൽക്കുന്നുണ്ടുകൊണ്ട് ഇറങ്ങി വന്നതാണ്. പിന്നെ കുറച്ച് മത്താപ്പൂവും പൂത്തിരിയൊക്കെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അച്ഛനും അമ്മും എല്ലാവരും കൂടെ കത്തിച്ച് സന്തോഷത്തോടെ ഇരുന്ന് അമ്മു പൂത്തിരി കത്തിക്കുന്നതാണ്. പിന്നെ അക്കുവുണ്ട്. അക്കുവിന് ഇഷ്ടമാണ്. അവന് തീയൊന്നും ഒരു പേടിയില്ല. അവൻ കത്തിക്കും, പൂത്തിരിയൊക്കെ കത്തിക്കും. എല്ലാം ഇഷ്ടമാണ് കാണാനൊക്കെ. പടക്കമൊക്കെ പൊട്ടിച്ചാലും അവന് പേടിയൊന്നുമില്ല. അവൻ അടുത്ത് പോയി നിൽക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെയാണ് ഞങ്ങളുടെ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ക്രിസ്മസ് വിശേഷങ്ങൾ കമൻറ്റ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ടാറ്റാ.